എല്ലാ കൂട്ടുകാർക്കും ധനുസ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ ജിപ്പറിൻ്റെ ഒക്കെ എക്സാം വരുവാണല്ലോ 18-ാം തീയതി. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാകുന്ന നമുക്കത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. GK questions and answers. First question എന്താണെന്ന് നോക്കാം. According to National Forest Policy 1952, on what percentage of land it is mandatory to have a forest? അപ്പോൾ നമ്മുടെ ലാൻഡിനനുസരിച്ചിട്ട്, നമ്മുടെ ഭൂസ്ഥലത്തിനനുസരിച്ചിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മരങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1952 പറഞ്ഞിരിക്കുന്നത്. 10%, 25%, 33%, 50%. ഇവിടെ കറക്റ്റ് ആൻസർ 33%. ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രദേശത്തിന്റെ ലാൻഡിന്റെ 33% ഫോറസ്റ്റ് അല്ലെങ്കിൽ മരങ്ങളായിരിക്കണം എന്നാണ് നമ്മുടെ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1952 പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദ പോളിസി വാസ് and is to retain 33% of total land under tree and forest cover. It is also aims at retaining 2/3 of forest and tree cover in the mountains and hills. അപ്പോൾ മലമുകളിൽ അല്ലെങ്കിൽ ഹിൽ പ്രദേശങ്ങളിൽ, കുന്നുപോലുള്ള പ്രദേശങ്ങളിൽ അതിൻ്റെ 2/3 2 ഭാഗവും മരങ്ങൾ അല്ലെങ്കിൽ വനപ്രദേശമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1952 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ഥലമാണെങ്കിൽ 33%, അല്ലെങ്കിൽ കുന്നുപ്രദേശങ്ങൾ അല്ലെങ്കിൽ മലമുകളിൽ അങ്ങനെയുള്ള ഏരിയകളിൽ അതിൻ്റെ 2/3 ഭാഗവും ഫോറസ്റ്റ് അല്ലെങ്കിൽ വനപ്രദേശമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് റെയിൽവേ സ്റ്റേഷൻ ഹാസ് ബീൻ റീനെയിംഡ് ആസ് വീരാങ്കന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ ബൈ ഉത്തർപ്രദേശ്? ലക്നൗ റെയിൽവേ സ്റ്റേഷൻ, ആഗ്ര കാൻഡ് റെയിൽവേ സ്റ്റേഷൻ, ഗാസിയാബാദ് റെയിൽവേ സ്റ്റേഷൻ, ഝാൻസി റെയിൽവേ സ്റ്റേഷൻ. ഝാൻസി റെയിൽവേ സ്റ്റേഷനാണ് വീരാങ്കന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ എന്ന് പേര് മാറ്റിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഈ വീരാങ്കന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സയന്റിസ്റ്റ് ഹു ഫസ്റ്റ് കാൽക്കുലേറ്റഡ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്? നമ്മുടെ പ്രകാശത്തിന്റെ സ്പീഡ്, വേഗത കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കണ്ടുപിടിച്ച ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, റോമർ, പാസ്കൽ. കറക്റ്റ് ആൻസർ റോമർ ആണ്. 1676 ഡാനിഷ് ആസ്ട്രോണമർ ആണ് ഈ ഒലെ റോമർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. 1676 ഡാനിഷ് ആസ്ട്രോണമറായ ഒലെ റോമർ ആണ് ആദ്യമായിട്ട് പ്രകാശത്തിന്റെ വേഗം, സ്പീഡ് ഓഫ് ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ദാറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്? പ്രകാശത്തിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിളിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റം, ടാക്യോൺസ്, ടെസ്ല, സോണിക്. കറക്റ്റ് ആൻസർ ടാക്യോൺസ് എന്നാണ് അതിന് പറയുന്നത്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിളിനെ ടാക്യോൺസ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് തിയററ്റിക്കലി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുമാനത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ എത്തിയിട്ടുള്ളത്. ടാക്യോൺസ് ആണ് പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതൊരു അതിൻ്റെ മാസ്, അതിൻ്റെ ഭാരം അങ്ങനെ ഒന്നും ഇതുവരെ കൃത്യമായിട്ട് അളന്ന് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു അസംഷൻ ആയിട്ടാണ് ഇപ്പോൾ ടാക്യോൺസ് നിലവിലുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മീഡിയം ലൈറ്റ് ട്രാവൽസ് അറ്റ് മാക്സിമം സ്പീഡ്? ഇൻ ദി ഡയമണ്ട്, ഇൻ ദി വോയിഡ്, ഇൻ ദി വാട്ടർ, ഇൻ ദി ഗ്ലാസ്. കറക്റ്റ് ആൻസർ ഇൻ ദി വോയിഡ്, അതായത് ശൂന്യാകാശം അല്ലെങ്കിൽ ശൂന്യമായിട്ടുള്ള ഒരു സ്പേസിലാണ് ലൈറ്റ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതിന് ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്കൂടെ ആകുമ്പോൾ അതിൻ്റെ വേഗത കുറയും.
അപ്പോൾ വായു പോലും ഇല്ലാത്ത ശൂന്യമായ സ്പേസിലാണ് ലൈറ്റ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബയോളജി? ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? കവിയർ, അരിസ്റ്റോട്ടിൽ, ലാമാർക്ക്, ഡാർവിൻ. കറക്റ്റ് ആൻസർ അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദി ചിപ്കോ മൂവ്മെന്റ്? നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സയൻസിലൊക്കെ ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് ലാൻഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫാമേഴ്സ്. കറക്റ്റ് ആൻസർ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്, വനഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ നോൺ വയലന്റ് സമരമായിരുന്നു ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് ഓൾസോ കോൾഡ് ചിപ്കോ ആന്തോളൻ, നോൺ വയലന്റ് സോഷ്യൽ ആൻഡ് ഇക്കോളജിക്കൽ മൂവ്മെന്റ് ബൈ റൂറൽ വില്ലേജസ്, പെർട്ടിക്കുലർലി വിമൻ in India in the 1970s, aimed at the protecting trees and forests slated for government backed logging. അപ്പോൾ മരങ്ങളെയും വനങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 1970 അതായത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ് അല്ലെങ്കിൽ ചിപ്കോ ആന്തോളൻ എന്നറിയപ്പെടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ട്രക്ചറൽ ആൻഡ് ബേസിക് എലമെന്റ്സ് ഓഫ് ലിവിംഗ് ബീയിങ്സ്? ടിഷ്യൂസ്, സെൽസ്, ആറ്റം, മോളിക്യൂൾസ്. കറക്റ്റ് ആൻസർ സെൽസ് ആണ്. ഓരോ ലിവിംഗ് ബീയിങ്സിന്റെയും ബേസിക് സ്ട്രക്ചറൽ എലിമെന്റ്സ് എന്നറിയപ്പെടുന്നത് സെൽസ് ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാറ്റിൻ വേർഡ് മീനിങ് ഓഫ് സെൽ? സെൽ എന്നുള്ള വാക്കിന്റെ ലാറ്റിൻ വേർഡ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡ് ബോക്സ്, സ്മോൾ റൂം, ബിൽഡിംഗ് ബ്രിക്സ്, സിമെന്റിംഗ് എലമെന്റ്സ്. കറക്റ്റ് ആൻസർ സ്മോൾ റൂം എന്നാണ് ലാറ്റിൻ വേർഡ് മീനിങ് ഓഫ് സെൽ എന്നറിയപ്പെടുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ബുക്ക് ടു ഇല്ലുസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ സെൽ? മൈക്രോഗ്രാഫിയ, സെല്ലുലോപീഡിയ, സൈറ്റോപീഡിയ, മൈക്രോപീഡിയ. കറക്റ്റ് ആൻസർ മൈക്രോഗ്രാഫിയാണ് ദ ഫസ്റ്റ് ബുക്ക് ടു ഇല്ലുസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് സെൽ. അത് എഴുതിയത് റോബർട്ട് ഹൂക്ക് ആണ്. This book, Micrographia, was the first important work on microscopy, the study of minute objects through a microscope. It is first published in 1665 by Robert Hooke. 11th question, when has National Naturopathy Day been celebrated? നാഷണൽ നാച്ചുറോപ്പതി ഡേ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? നവംബർ 10, നവംബർ 12, നവംബർ 15, നവംബർ 18. കറക്റ്റ് ആൻസർ നവംബർ 18 ആണ് നാഷണൽ നാച്ചുറോപ്പതി ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റീസെന്റ് ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ന്യൂ ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ? ആരിഫ് ഖാൻ, CV ആനന്ദ് ബോസ്, ഭഗത് സിംഗ് കോശ്യാരി, താവർചന്ദ് ഗെഹ്ലോട്ട്. കറക്റ്റ് ആൻസർ CV ആനന്ദ് ബോസ് ആണ് ഇപ്പോൾ അടുത്തായിട്ട് വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായിട്ട് സെലക്ട് ആയിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആരിഫ് ഖാൻ കേരള ഗവർണറാണ്. CV ആനന്ദ് ബോസ് ഞാൻ പറഞ്ഞു വെസ്റ്റ് ബംഗാളിന്റെ ഗവർണറായിട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഭഗത് സിംഗ് കോശ്യാരി മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. അത് താവർചന്ദ് ഗെഹ്ലോട്ട് ആണെങ്കിൽ കർണാടക ഗവർണറാണ്. 13th ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023? ഇനി വരാൻ പോകുന്ന 2023 ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഏത് രാജ്യത്താണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇന്ത്യ. കറക്റ്റ് ആൻസർ ഇന്ത്യയിൽ വെച്ചാണ് ഇനി ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 നടക്കാൻ പോകുന്നത്. 14th ക്വസ്റ്റ്യൻ, which teams played the inaugural match of 2022 FIFA World Cup Qatar? Argentina vs Saudi Arabia, France vs Australia, Qatar vs Ecuador, Brazil vs Poland. അപ്പോൾ ആദ്യ മത്സരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരം ഖത്തർ വേഴ്സസ് ഇക്വഡോർ ആയിരുന്നു. അതിൽ ഇക്വഡോർ ആണ് ജയിച്ചത്.
15-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 2018 വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് അറ്റ് ഭുവനേശ്വർ വിച്ച് കൺട്രി വോൺ ദി ട്രോഫി? ഇന്ത്യയിൽ വെച്ചാണ് 2018 വേൾഡ് കപ്പ് ഹോക്കി നടന്നത്. അതിൽ ഏത് രാജ്യമാണ് കപ്പ് കൊണ്ടുപോയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ബെൽജിയം. കറക്റ്റ് ആൻസർ ബെൽജിയമാണ് 2018 വേൾഡ് കപ്പ് ഹോക്കി നേടിയത്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോകളിൽ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ. അപ്പോൾ ബൈ ബൈ.